ബാലനീതി ഭേദഗതി ബിൽ രാജ്യസഭ ശബ്ദവോട്ടോടുകൂടി പാസാക്കി. കുട്ടിക്കുറ്റവാളികളുടെ പ്രായപരിധി ഇനി മുതൽ 18 നിന്ന് 16 വയസ്സായി കുറയും. ദില്ലി കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ജ്യോതി സിംഗിന്റെ മാതാപിതാക്കളെ സാക്ഷി നിർത്തിയായിരുന്നു ബില്ല് രാജ്യസഭ പാസാക്കിയത്. വിശദമായ ചർച്ചകൾക്കായി ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യം തള്ളിയതിനെ തുടർന്ന് CPM വോട്ടെടുപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി. വികാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വേണം നിയമനിർമ്മാണം നടത്തേണ്ടതെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. 2012 ഡിസംബർ 16 ദില്ലി കൂട്ടബലാത്സംഗത്തിലെ പ്രതിയെ പ്രായത്തിന്റെ ഇളവിൽ മോചിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യസഭ ബാലനീതി ഭേദഗതി ബിൽ ചർച്ചയ്ക്കെടുത്തത്. ഇടവേളയില്ലാതെ 5 മണിക്കൂർ നീണ്ട വിശദമായ ചർച്ചകൾക്കൊടുവിൽ ഭേദഗതി ശബ്ദ വോട്ടോടെ രാജ്യസഭ പാസാക്കി. 16 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്ക് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾക്കുള്ള വിചാരണ പ്രായപൂർത്തിയായവർക്കുള്ള രീതിയിലായിരിക്കും. 7 വർഷം വരെ ശിക്ഷ ലഭിക്കും. ശിക്ഷാരീതി ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് നിശ്ചയിക്കും. ബോർഡിൽ മനഃശാസ്ത്രജ്ഞരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യസഭയിലെ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷ പാർട്ടികളിൽ കരുണാനിധിയുടെ AADMKയും JDUവും പ്രായപരിധി കുറയ്ക്കുന്നതിനെ എതിർത്തു. തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി, BSP പിന്തുണച്ചു. കോൺഗ്രസിനുള്ളിലെ അഭിപ്രായ ഭിന്നത ചർച്ചയിൽ വ്യക്തമായി. ഗുലാം അലി ആസാദ് ബില്ലിനെ സ്വാഗതം ചെയ്തു. രാജീവ് ഗൌഡ, ആനന്ദ് ശർമ്മ എന്നിവർ സാമൂഹ്യ അവബോധം വളർത്തണമെന്നും അടിയന്തരമായി നിയമം വേണ്ടതില്ലെന്നും വാദിച്ചു. ദില്ലി കൂട്ടബലാത്സംഗത്തിന്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്താനായി പാർലമെന്റ് നിയോഗിച്ച ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ പ്രായപരിധി കുറയ്ക്കുന്നതിനെ എതിർത്തിരുന്നുവെന്ന് സീതാറാം യെച്ചൂരി രാജ്യസഭയെ ഓർമ്മിപ്പിച്ചു. 14 വയസ്സിൽ തന്നെ കുട്ടികളെ തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ യെച്ചൂരി ഇത്തരം സാഹചര്യങ്ങളിൽ പ്രായം വീണ്ടും കുറച്ച് നിയമം പാസ്സാക്കുമോ എന്നും ചോദിച്ചു. വികാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വേണം നിയമനിർമ്മാണം നടത്താൻ. അതിനാൽ ബിൽ വിശദ ചർച്ചയ്ക്ക് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് യെച്ചൂരി ആവശ്യപ്പെട്ടു. പക്ഷേ ഇത് ഭരണപക്ഷം അനുവദിച്ചില്ല. തുടർന്ന് വോട്ടെടുപ്പിൽ നിന്നും CPIM അംഗങ്ങൾ ഇറങ്ങിപ്പോയി. രാജ്യസഭ ബിൽ പാസാക്കുന്നതിന് സാക്ഷിയായി ജ്യോതി സിംഗിന്റെ മാതാപിതാക്കളായ ആശാദേവിയും ബദറി സിംഗും സന്ദർശക ഗാലറിയിൽ ഉണ്ടായിരുന്നു. രാജ്യത്തെ പെൺകുട്ടികളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ നിയമം സഹായിക്കുമെന്ന് മാതാവ് പിന്നീട് പ്രതികരിച്ചു. 2015 മെയ് 7 ലോക്സഭ ബിൽ പാസാക്കിയിരുന്നു. ഇനി രാഷ്ട്രപതി ഒപ്പിട്ടാൽ നിയമം യാഥാർത്ഥ്യമാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. DDCA അഴിമതി ആരോപണം നേരിടുന്ന ജെയ്റ്റ്ലിക്ക് പിന്തുണയുമായി നരേന്ദ്രമോദി. ജെയ്റ്റ്ലി അഴിമതി ആരോപണങ്ങളിൽ നിന്ന് മുക്തനാകുമെന്ന് BJP പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മോദി പറഞ്ഞു. ആരോപണം ഉന്നയിച്ച കീർത്തി ആസാദിനെതിരെ BJP അച്ചടക്ക നടപടിയും എടുക്കും. DDC അഴിമതി ആരോപണം നേരിടുന്ന ജെയ്റ്റ്ലിയെ വിട്ട് ആരോപണം ഉന്നയിച്ച MP കീർത്തി ആസാദിനെതിരെ നടപടിയെടുക്കാനൊരുങ്ങുകയാണ് BJP. ദില്ലിയിൽ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ജെയ്റ്റ്ലിക്ക് പിന്തുണയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്തെത്തി. ഹവാല അഴിമതിയിൽ നിന്നും LK അദ്വാനി മുക്തനായതുപോലെ ജെയ്റ്റ്ലിയും ആരോപണങ്ങളിൽ നിന്ന് മുക്തനായി രംഗത്ത് വരുമെന്ന് മോദി പറഞ്ഞു. ആരോപണം ഉന്നയിച്ച ബീഹാറിൽ നിന്നുള്ള MP ആയ കീർത്തി ആസാദ് യോഗത്തിൽ പങ്കെടുത്തില്ല. കീർത്തിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ജെയ്റ്റ്ലി വിഭാഗം നേതാക്കൾ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ ധാരണയാകും. ജെയ്റ്റ്ലിക്കെതിരായ അഴിമതി ആരോപണത്തിന് പിന്നിൽ LK അദ്വാനി വിഭാഗമാണെന്ന് മോദി വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പക്ഷേ അഴിമതി ഉന്നയിച്ച ആളെ വേട്ടയാടുകയും ആരോപണം നേരിടുന്നയാളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുമോ എന്ന ഭയം സർക്കാരിനുണ്ട്. അതിനാൽ അടിയന്തര നടപടികൾ ഇക്കാര്യത്തിൽ BJPയിൽ ഉണ്ടാകില്ല. പക്ഷേ പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം കീർത്തിക്കെതിരെ അച്ചടക്ക നടപടിയുണ്ടാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കസ്തൂരി രംഗൻ വിഷയത്തിൽ കേരളത്തിന്റെ നിലപാട് തൃപ്തികരമല്ലെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ. കേരളം സമർപ്പിച്ച റിപ്പോർട്ട് അപൂർണമാണ്. ജനവാസ കേന്ദ്രത്തിന്റെ അതിർത്തി നിർണ്ണയം തൃപ്തികരമല്ല. അടുത്ത മാസം സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്തുമെന്നും ജാവദേക്കർ ദില്ലിയിൽ പറഞ്ഞു. ജനവാസ കേന്ദ്രങ്ങളുടെ അതിർത്തി പുനർനിർണയം സംബന്ധിച്ച റിപ്പോർട്ടിലാണ് കേന്ദ്രം കേരളത്തെ അതിർത്തി അറിയിച്ചത്. ഇക്കാര്യത്തിൽ കേരളം സമർപ്പിച്ച റിപ്പോർട്ടിൽ അവ്യക്തതകളുണ്ടെന്നും പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ചൂണ്ടിക്കാട്ടി. കേരളം സമർപ്പിച്ച ജനവാസ കേന്ദ്രങ്ങളുടെ അതിർത്തി പുനർനിർണയ റിപ്പോർട്ടിലാണ് പ്രശ്നങ്ങളുള്ളത്. കേരളത്തിൽ നിന്നുള്ള MPമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പരിസ്ഥിതി മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. റിപ്പോർട്ട് സംബന്ധിച്ച് അടുത്ത മാസം വിവിധ സംസ്ഥാനങ്ങളുമായി ചർച്ചയൊരുക്കും. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കൂടിക്കാഴ്ചയിൽ പുനർനിർണയ റിപ്പോർട്ടുകൾ സംസ്ഥാനങ്ങൾക്ക് വ്യക്തമാക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇതിനുശേഷമാകും അന്തിമ തീരുമാനമെടുക്കുകയെന്നും കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ദില്ലിയിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്നലെ കാണാതായ വയനാട് DMO ഡോക്ടർ PV ശശിധരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മലപ്പുറം പന്തല്ലൂരിലെ സ്വന്തം ക്ലിനിക്കിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. തന്റെ ഫോട്ടോ DMO ഓഫീസിൽ ഫ്രെയിം ചെയ്ത് വെക്കണമെന്നും തന്റെ മൃതദേഹം എല്ലാവരെയും കാണിക്കണമെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ഇന്നലെ രാവിലെ മുതൽ DMOയെ കാണാനില്ലെന്ന ഡെപ്യൂട്ടി DMOയുടെ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു.
പോലീസും മലപ്പുറം DMOയും ബന്ധുക്കളും ചേർന്ന് ഇന്നും തുടർന്ന അന്വേഷണത്തിലൊടുവിലാണ് മലപ്പുറത്തെ പന്തല്ലൂർ മുടിക്കോട്ടെ വീടിനോട് ചേർന്ന ക്ലിനിക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ പന്തല്ലൂരിൽ നിന്നും വയനാട്ടിലേക്ക് ബസ് കയറിയെന്നായിരുന്നു നേരത്തെ ലഭിച്ച വിവരം. എന്നാൽ ഇത് ശരിയല്ലെന്ന് മനസ്സിലാക്കിയ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് ഒരു കത്ത് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് കത്തിൽ പരാമർശിച്ചിട്ടില്ല. അതേസമയം മാനന്തവാടി ജില്ലാ ആശുപത്രിയിലെ സ്വീപ്പർ തസ്തികകളിലേക്ക് DMO തയ്യാറാക്കിയ ലിസ്റ്റ് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി DMOയെ വിളിച്ച് ശാസിച്ചിരുന്നു. ലിസ്റ്റ് സംബന്ധിച്ച് കോൺഗ്രസ് AI ഗ്രൂപ്പുകൾ തമ്മിൽ തർക്കവുമുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്മേൽ സമ്മർദ്ദമുണ്ടായിരുന്നതായി സഹപ്രവർത്തകർ പറയുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന DMOമാരുടെ യോഗത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, വയനാട്, മലപ്പുറം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിമർശിച്ച് വീക്ഷണം മുഖലേഖനം. കരുണാകരനുമായി താരതമ്യം ചെയ്താണ് ലേഖനം. സാമുദായിക ശക്തികൾക്ക് വഴങ്ങുന്ന ആളായിരുന്നില്ല കരുണാകരനെന്നും അനർഹമായത് കൈയിട്ട് വാരാൻ കരുണാകരൻ ആരെയും അനുവദിച്ചിരുന്നില്ലെന്നും വീക്ഷണം. കരുണാകരന്റെ കാലത്ത് ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തുമായിരുന്നുവെന്നും വീക്ഷണം പറയുന്നു. ലീഡർ കെ കരുണാകരന്റെ സ്മരണകളെ കൂട്ടുപിടിച്ചാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പാർട്ടി മുഖപത്രം പരോക്ഷമായി വിമർശിക്കുന്നത്. ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് മുഖ്യമന്ത്രി വഴങ്ങുന്നു എന്ന ആക്ഷേപത്തെ വീക്ഷണം സാധൂകരിക്കുന്നത് ഇങ്ങനെ: ഓരോ ഘടകകക്ഷിയുടെയും ശക്തിയും സ്വാധീനവും അനുസരിച്ച് വിഹിതം നൽകാൻ കരുണാകരൻ പിശുക്ക് കാണിച്ചിരുന്നില്ല. എന്നാൽ അനർഹമായത് അവകാശപ്പെടാനും കൈയിട്ട് വാരാനും ആരെയും അനുവദിച്ചിരുന്നില്ല. സാമുദായിക നേതാക്കന്മാരുമായി കെ കരുണാകരന് ആത്മബന്ധമുണ്ടായിരുന്നു. ഒരു സമുദായത്തിന് പരിഗണന, ഇതര സമുദായത്തിന് അവഗണന എന്ന വിവേചനം കരുണാകരൻ്റെ കാലത്തുണ്ടായിരുന്നതേയില്ല. എല്ലാ സമുദായങ്ങളെയും തൃപ്തരാക്കിയ കരുണാകരൻ്റെ ബന്ധം ചുമലിൽ തൊട്ടുള്ള സൗഹാർദ്ദമായിരുന്നു, മറിച്ച് കാലിൽ തൊട്ടുള്ള വിധേയത്വമായിരുന്നില്ല. അസാമാന്യ ഭരണനിർവഹണ ശേഷിയുണ്ടായിരുന്ന കരുണാകരൻ്റെ ആജ്ഞകളെ ധിക്കരിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും ധൈര്യപ്പെട്ടിരുന്നില്ല. തലയിരിക്കുമ്പോൾ വാലാടുന്ന രീതി കരുണാകരൻ വെച്ചുപൊറുപ്പിച്ചിരുന്നില്ലെന്ന് മുഖ്യമന്ത്രിയെ വീക്ഷണം ഓർമ്മിപ്പിക്കുന്നു. നാളെ കെ കരുണാകരൻ്റെ വിയോഗത്തിന് 5 ആണ്ടുകൾ തികയുന്ന വേളയിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുത്തി വീക്ഷണം രംഗത്തെത്തിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ കത്തിനെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ വിഭാഗീയത ഉരുണ്ടുകൂടുന്നതിനിടെ ഐ ഗ്രൂപ്പ് നിയന്ത്രണത്തിലുള്ള പാർട്ടി പത്രം കൂടി മുഖ്യമന്ത്രിയെ പുറകിൽ നിന്ന് കുത്തിയതിനെ എ ഗ്രൂപ്പ് മാനേജർമാർ ഏറെ ഗൗരവത്തോടെയാണ് കാണുന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. RSSന്റെ വർഗീയത നേരിടുന്നതിൽ സർക്കാരിന് മൃദു സമീപനമെന്ന് കാനം രാജേന്ദ്രൻ. ക്ഷേത്രങ്ങളുടെ ഭരണം കൈപ്പിടിയിലൊതുക്കാൻ RSS ശ്രമിക്കുന്നുവെന്നും കാനം. ശബരിമലയിൽ തിക്കിലും തിരക്കിലും പെട്ട് 30 തീർത്ഥാടകർക്ക് പരിക്ക്. സന്നിധാനത്ത് വലിയ നടപ്പന്തലിലും മരക്കൂട്ടത്തുമുണ്ടായ തിരക്കിലാണ് തീർത്ഥാടകർക്ക് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ പമ്പയിലെ സർക്കാർ ആശുപത്രിയിലും ഒരാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സന്നിധാനത്തെ ആശുപത്രിയിൽ 10ഓളം പേർ ചികിത്സയിലാണ്. മറ്റുള്ളവരെ പ്രാഥമിക ശുശ്രൂഷ നൽകി വിട്ടയച്ചു. ഈ സീസണിലെ ഏറ്റവും വലിയ തിരക്കാണ് ശബരിമലയിൽ ഇന്നുണ്ടായത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം തിരുവനന്തപുരത്ത് നടന്നു. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന സമ്മേളനം CPM ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളിക്ക് കാരണം കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതിനെതിരെ രാഷ്ട്രീയ കക്ഷികൾക്ക് അതീതമായ ചെറുത്തുനിൽപ്പുണ്ടാകണമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ സൗഹൃദ സന്ദർശനം നടത്തി മെഗാസ്റ്റാർ മമ്മൂട്ടി. നാട്ടിൽ വരാൻ പോകുന്ന വമ്പൻ പദ്ധതിയുടെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടുപോകുക മാത്രമാണ് സന്ദർശനത്തിന്റെ ഉദ്ദേശമെന്ന് മമ്മൂട്ടി പറഞ്ഞു. സ്മാർട്ട് സിറ്റി ഉദ്ഘാടനം ജനുവരിയിൽ ഉണ്ടാകുമെന്ന് CEO ബാജു ജോർജും പറഞ്ഞു. ഇവർ എന്നെ വിളിച്ചു, ഞാൻ വന്നു. സ്മാർട്ട് സിറ്റിയിൽ സൗഹൃദ സന്ദർശനം നടത്തിയ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വാക്കുകൾ. അങ്ങനെയൊന്നുമില്ല, ഞാനങ്ങനെ ചുമ്മാ ഒന്നറിയാം. ഇവരൊക്കെ എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ് നേരത്തെ. അപ്പോൾ ഇവിടെ ഇവർ വന്നു, എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഒന്ന് കാണാൻ വരുമെന്ന് ചോദിച്ചു. ശരി കാണാം എന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ എങ്ങനെ കണ്ടപ്പോൾ പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടാത്തതൊക്കെ പറയാമല്ലോ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ഇത്ര ഒരു വലിയ സംഭവം നടക്കുന്ന എവിടം വരെ എന്നറിയാനുള്ള ഒരു ആഗ്രഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവമാണ്. അത് എവിടം വരെ ആയി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കേൾക്കുന്നല്ലേ ഉള്ളൂ. ചുമ്മാ കാണാം, ഇതിനകത്തോട്ട് കയറ്റി വിടണം, ഇങ്ങനെ ആണെങ്കിലും അനുവാദം വേണം. അതുകൊണ്ട് കയറി വന്നാൽ അപ്പോൾ പിന്നെ അവരെല്ലാം കൂടെ ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെയാണെന്ന് പറയുന്നു. ഇതിനകത്തൊരു ഔപചാരികതയൊന്നുമില്ല, ഒരു സൗഹൃദ സന്ദർശനം അതിനപ്പുറത്തേക്കൊന്നുമില്ല. IT മേഖലയിൽ കേരളത്തിന് ആഗോളതലത്തിൽ അഭിമാനമാകാൻ പോകുന്ന കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. പണി പൂർത്തിയായി കഴിഞ്ഞാൽ വലിയ തൊഴിലവസരങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ഉണ്ടാകുന്നത്. ജോലിക്ക് ആളെ എങ്ങനെ എടുക്കും, എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എത്ര കാലം ഇവിടെ നിൽക്കാനാകും തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ മെഗാതാരം ചോദിച്ചറിഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തൃപ്തനാണോ എന്ന ചോദ്യത്തിനുള്ള മറുപടി ഇങ്ങനെ: ഇതിനകത്ത് എൻ്റെ തൃപ്തിയൊന്നും വലിയ കാര്യമുള്ള കാര്യമില്ല. നമ്മുടെ നമ്മുടെ നാട് വളരെ ചെറുതല്ലേ. കൊച്ചു കേരളത്തിൽ ഇതൊരു വലിയ സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, കണ്ടിടത്തോളം. പിന്നെ ഇപ്പോൾ ഹൈദരാബാദിലോ ബാംഗ്ലൂരിലോ മെഡ്രാസിലോ ഒക്കെ ഉള്ളതുപോലെ ഗവൺമെൻറ് മാത്രം
വിചാരിച്ച് നടക്കുന്ന കാര്യങ്ങളല്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു വലിയ സഹായം ശരിക്കും നമ്മുടെ ഒരു പകുതി ഭാഗം ദുബൈയിലാണല്ലോ. സ്മാർട്ട് സിറ്റിയുടെ ഉദ്ഘാടനം ജനുവരിയിൽ ഉണ്ടാകും. സ്മാർട്ട് സിറ്റിയുടെ പ്രധാന പങ്കാളിയായ ദുബായ് ഉൾക്കൊള്ളുന്ന UAE ഭരണാധികാരി ഷേഖ് മുഹമ്മദിന്റെ സൗകര്യം കൂടി കണക്കിലെടുത്ത ശേഷം ഉദ്ഘാടനം വലിയ ഉത്സവമാക്കി നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്ന് സ്മാർട്ട് സിറ്റി CEO ബാജു ജോർജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രശസ്ത സാഹിത്യകാരൻ M. മുകുന്ദൻ മുഖ്യ കഥാപാത്രമായി വെള്ളിത്തിരയിലേക്ക് എത്തുന്ന ഹ്രസ്വചിത്രം മോൺട്രൂർ മയ്യഴിയുടെ ചിത്രീകരണം ആരംഭിച്ചു. മയ്യഴിയിലും പരിസര പ്രദേശങ്ങളിലുമായി നടക്കുന്ന ചിത്രീകരണം ഈ മാസം അവസാനമാകുന്നതോടെ പൂർത്തിയാകും. മയ്യഴിയുടെ ചരിത്രവും സംസ്കാരവും പ്രണയവും മിത്തുകളും അക്ഷരങ്ങളിൽ സമന്വയിപ്പിച്ച കഥാകാരൻ അഭ്രപാളികളിലേക്ക് എത്തുകയാണ്. ഒപ്പം കഥാപാത്രങ്ങളും. ഇന്റർനെറ്റ് യുഗത്തിൽ തന്റെ കഥാപാത്രങ്ങളോട് നീതി പുലർത്താനായോ എന്ന ആത്മപരിശോധനയുടെ ഇതിവൃത്തവുമായി മയ്യഴിയുടെ കഥാകാരൻ മുകുന്ദൻ അഭ്രപാളികളിലേക്ക് എത്തുമ്പോൾ സാഹിത്യപ്രേമികൾക്ക് മുന്നിൽ ഭാവനയുടെ മറ്റൊരു ചിറക് വിടർത്തുകയാണ് മുകുന്ദനിലെ എഴുത്തുകാരൻ. എന്തിനാണ് ഞാൻ ആ 2 കുട്ടികളെ ചെറുപ്പത്തിലെ കൊന്നു വെള്ളിയാങ്കലിലേക്ക് പറഞ്ഞിട്ടുള്ള ഒരു കുറ്റബോധം എനിക്കുണ്ടായിരുന്നു. അത് ഒരു എഴുത്തുകാരൻ അനുഭവിക്കുന്ന സംഘർഷങ്ങളാണ്. ഒരു കഥാപാത്രം പോകുന്ന വഴി ചിലപ്പോൾ അത് എഴുത്തുകാരൻ ഇഷ്ടപ്പെടുന്നതല്ല, പക്ഷെ ആ നോവൽ അത് ആവശ്യപ്പെടുന്നുണ്ട്. മുകുന്ദൻ സ്വയം കഥാപാത്രമായി എത്തുന്ന മോൺട്രൂർ മയ്യഴി എന്ന ഹ്രസ്വചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് കൈരളി TV മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ EM അഷ്റഫാണ്. ഇതൊരു ഷോർട്ട് ഫിലിം എന്നതിന് പുറമെ ഇത് ലോകത്തിൽ മുകുന്ദൻ്റെ കൃതി, അതായത് മയ്യഴിപ്പുഴ തീരങ്ങൾ എന്ന കൃതി വായിച്ച എല്ലാവരുടെ മനസ്സിലുള്ള വെള്ളിയാങ്കലിനെ ആദ്യമായിട്ട് ഒരു ദൃശ്യമാധ്യമത്തിൽ കാണിക്കുകയാണ്, ഒരു ഷോർട്ട് ഫിലിമിലൂടെ. അകം പ്രൊഡക്ഷൻസ് ആണ് നിർമ്മാണം. ചന്ദ്രികയും ഗസ്തോൺ സായിപ്പും കറമ്പിയും ചോയിയുമെല്ലാം ചോദ്യശരങ്ങളുമായി കഥാകാരന്റെ മുന്നിലെത്തുന്നു. മയ്യഴിയുടെ ഇരുകാലങ്ങൾ ഇഴകീറി പരിശോധിക്കുകയാണിവിടെ. കുഞ്ഞുനാളുകളിലെ മിത്തുകളെ നെഞ്ചോടടുക്കി പിടിച്ച് മുകുന്ദൻ ഇന്നും പറയുന്നു, വെള്ളിയാങ്കല്ലിലെ ആത്മാക്കളായ തുമ്പികളെ പൊളിച്ചെഴുതാൻ തന്റെ പഴയ കഥാകാരനാവില്ലെന്ന്. വെള്ളിയാങ്കല്ലിൽ ഇനിയിപ്പോൾ ഒരു പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇനിയുള്ള തലമുറകൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന തുമ്പികളായിരിക്കില്ല, മദ്യക്കുപ്പികളായിരിക്കും. ഇതാണ് എൻ്റെ ഭയം. എൻ്റെ മനസ്സിലൊരു വെള്ളിയാങ്കലുണ്ട്, അതങ്ങനെ തന്നെ നിന്നോളട്ടെ. അവിടെ പോയിട്ട് അതുകൊണ്ട് ഞാൻ അവിടെ ഇതുവരെ പോയിട്ടില്ല, ഇനി പോവുകയുമില്ല. എഴുത്തുകാരന്റെ ജീവിതത്തിലെ ഏറ്റവും അപൂർവവും അമൂർത്തവുമായ നിമിഷങ്ങളാണ് വന്ദനം മയ്യഴി മുന്നോട്ട് വെക്കുന്നത്. കഥാപാത്രങ്ങൾ എഴുത്തുകാരന് മുന്നിലേക്ക് ചോദ്യങ്ങളുമായി വരുന്നു. മയ്യഴിയിലെ ചിത്രീകരണ സ്ഥലത്തു നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.